ബോബൻ ആലുമൂടനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നിറം എന്ന ചിത്രമായിരിക്കും. നിറത്തിലെ പ്രകാശ് മേനോൻ എന്ന കഥാപാത്രവും പ്രായം തമ്മിൽ മോഹം നൽകി എന്ന ഗാനവും ശാലിനിയോടുള്ള പ്രണയാഭ്യർത്ഥനയും തുടങ്ങിയ രംഗങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത രംഗങ്ങളാണ്. കാസർഗോഡ് കാദർഭായ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ കാദർഭായായി മാറിയ അന്തരിച്ച നടൻ ആലുമൂടന്റെ മകനാണ് ബോബൻ ആലുമൂടൻ. ആലുമൂടന്റെ 6 മക്കളിൽ 4-മനായ ബോബൻ ആലുമൂടൻ മാത്രമാണ് അഭിനയ രംഗത്തേക്ക് കടന്നുവന്നത്. നടൻ ആലുമൂടന്റെ മകൻ എന്ന പരിഗണന തനിക്ക് പലപ്പോഴും അഭിനയ രംഗത്ത് നിന്നും കിട്ടാറുണ്ടെന്നും പലപ്പോഴും താരം പറയാറുണ്ടായിരുന്നു. അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിട പറഞ്ഞു എന്നത് ഏതൊരു നടന്റെയും ഭാഗ്യമാണെന്ന് പറയുമ്പോഴും തന്റെ അച്ഛന്റെ വിയോഗം തന്നെയും കുടുംബത്തെയും ഒരുപാട് തളർത്തിയിട്ടുണ്ടെന്ന് ബോബൻ ആലുമൂടൻ പറയുന്നു. ഇപ്പോഴും അച്ഛന്റെ ശൂന്യത വീട്ടിൽ കാണാറുണ്ടെന്നും താരം പറയുന്നു. കല്യാണരാമൻ, ഞാൻ, സൽപ്പേര് രാമൻകുട്ടി, വല്യങ്ങാടി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറുതും വലുതുമായി ഒരുപാട് കഥാപാത്രങ്ങൾ താരം ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതലും മിനിസ്ക്രീൻ പരമ്പരകളിലൂടെയാണ് താരം തിളങ്ങിയിട്ടുള്ളത്. മിനിസ്ക്രീൻ പരമ്പരകളിലേക്ക് ചേക്കേറിയ താരം ഒരുപാട് പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു. ഭാര്യ, സ്വന്തം സുജാത, മനം പോലെ മാംഗല്യം, ബാലനും രമയും, ശ്യാമാംബരം തുടങ്ങിയ സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ബോബൻ ആലുമൂടൻ. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജാനകിയുടെയും അഭിയുടെയും വീട് സീരിയലിലാണ് താരം അഭിനയിക്കുന്നത്. റെനിഷ റഹ്മാന്റെ അച്ഛനായി അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തെയാണ് സീരിയലിൽ താരം അവതരിപ്പിക്കുന്നത്. 2000-ലായിരുന്നു ബോബൻ ആലുമൂടന്റെ വിവാഹം. ഷെല്ലിയാണ് ഭാര്യയുടെ പേര്. സ്വിറ്റ്സർലൻഡിലെ ബാൽഗ്രിസ്റ്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് ഷെല്ലി ജോലി ചെയ്യുന്നത്. സിലാനും സേനയുമാണ് മക്കൾ. മകൾ സേന മോഡലിംഗ് രംഗത്ത് സജീവമാണ്. മകൻ സിലാൻ ബോളിവുഡിലെ സഹസംവിധായകനാണ്. താരത്തിന്റെ കുടുംബമെല്ലാം വിദേശത്താണ് താമസിക്കുന്നത്. മിനിസ്ക്രീൻ പരമ്പരകളിൽ വില്ലനായും നടനായും തിളങ്ങിയ ബോബൻ ആലുമൂടന് ഇപ്പോൾ വയസ്സ് 54 ആണ്. ഈ പ്രായത്തിലും സൗന്ദര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് ബോബൻ ആലുമൂടൻ. എപ്പോഴും അഭിനയത്തിൽ തന്റേതായൊരു ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ള താരത്തിന് ഏത് കഥാപാത്രവും നന്നായി വഴങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും താരത്തിന്റെ സിനിമകളും സീരിയലുകളും കാണാൻ പ്രേക്ഷകർ ഏറെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ, സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.